വാവാവോ പൊന്നുണ്ണി വാവാവോ നീലപ്പീലി കണ്ണും കൂട്ടി പൂഞ്ചേലാടാടോ ഉണ്ണി വാവാവോ. ആഹാ എത്ര താളാത്മകമായ കൂർക്കം വലി. ഉത്തമ ഉത്തമ അയ്യേ, ഇത്രയും വൃത്തികെട്ട ഒരു കടയിൽ നിന്ന് മനുഷ്യന്മാരാരെങ്കിലും എന്തെങ്കിലും എടുത്ത് തിന്നോളൂ? എന്തൊരു വൃത്തിയുടെ കടയത് മാഡം. അത് പറയരുത്. ഈ മാളിൽ ഏറ്റവും വൃത്തിയുള്ള സ്ഥലം നമ്മളെ കോഫി ഹൗസാ. നോക്കിയേ, ഭക്ഷണത്തിന്റെ എന്തെങ്കിലും മുകളിൽ ഈച്ച വന്നിരിക്കുന്നുണ്ടാ? ആ, അതാണ്. ഈച്ചയ്ക്ക് പോലും ഭക്ഷണത്തിന്റെ മുകളിൽ വന്നിരിക്കാൻ പേടിയാണ്. അതാണ്. എടോ, തന്റെ മുതലാളി എവിടെ? ആ പാപ്പച്ചനെ വിളിച്ചേ, തന്റെ കാര്യം ഒന്ന് ശരിയാക്കി തരാം ഞാൻ. മുതലാളി ഇവിടെ ഇല്ല. മുതലാളി നാട്ടിലൊരു ബന്ധുവിന്റെ കല്യാണത്തിന് പോയിട്ടുണ്ട്. വീടിന്റെ താക്കോല് എനിക്കല്ലേ തന്നിട്ടല്ലേ പോയത്? ആ, അത് തന്നെ. കള്ളന്റെ കയ്യിൽ തന്നെ താക്കോലും കൊടുത്തിട്ടുണ്ട്. അല്ല, കള്ളന്റെ കയ്യിൽ തന്നെ താക്കോല്. അയ്യോ, ഇവരിന്നും ക്ലോസ്ഡ് ആണോ കട? ഈ ജെനി റമോ എവിടെ പോയി? ആ പീടിക 2-3 ദിവസമായില്ലേ തുറക്കാത്തേ? പീടികെ? അതെന്താ മുറുക്കാൻ കടയോ? എടോ, അതൊരു മേക്ക് ഓവർ സ്റ്റുഡിയോ ആണ്. നമ്മളെല്ലാം പീടിയാൻ തന്നെയാ പറയാ. അല്ല, എന്നാലും ഈ റമോയും ജെനിയും ഇവിടെ പോയി. ഇനി വല്ലോ അപകടമെങ്ങാനും പറ്റി പ്ലാസ്റ്റർ ഒക്കെ ഇട്ട്. ഇതൊരു മനുഷ്യ സ്ത്രീയാണോ മാഡം? ഇങ്ങനെയാണോ പെരുമാറുന്നത്? നമ്മുടെ മാളിൽ ഒന്നിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ആൾക്കാരല്ലേ അവര്? എന്ത് വൃത്തിയാണ് നിങ്ങൾ പറയുന്നത്? ഒരു ഹൃദയം വേണ്ടേ? ഡെഡ് ബോഡി എങ്കിലും കിട്ടിയാൽ മതി. അതിപ്പോ തുറന്നില്ലാന്ന് വെച്ചാൽ മാഡത്തിനെന്താ പ്രശ്നം? അതല്ല, ഈ ജെനി 2 ദിവസം മുന്നേ എന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ കടം മേടിച്ചായിരുന്നു. ഇന്നിപ്പോ 4ാമത്തെ ദിവസാ. അപ്പൊ എപ്പോ വരും? നിങ്ങളോട് മേടിച്ചാ? മുതലാളിയോട് 5,000 രൂപ മേടിച്ചു. 5,000? അപ്പൊ ഈ കാശൊക്കെ മേടിച്ചോണ്ട് ഇവരിത് അവിടെ പോയി. ഹലോ ഹലോ ഹലോ, എന്ത് നേരെ വെളുത്തപ്പ തൊട്ട് വിളിക്കുന്ന എന്താ? 2 എണ്ണത്തിനും കിട്ടുന്നില്ല. വിളിക്കുമ്പോ കംപ്ലീറ്റ് പറയുന്ന ഔട്ട് ഓഫ് കാദർ ഏരിയ. ആരെ വിളിക്കണ? ഇവിടുത്തെ ജെനിയും മറ്റേ ചെറുക്കനെ. നിങ്ങൾ എന്തിനാ ഇപ്പൊ അവരെ വിളിക്കുന്നേ? എനിക്കൊരു 25,000 രൂപ തരാനുണ്ടെന്നേ. അത് ചോദിക്കാൻ വേണ്ടിയല്ലേ ഞാൻ വിളിക്കുന്നത്. 25,000 രൂപയോ? അല്ല, ഈ 25,000 രൂപ ബേബിച്ചന്റെ കയ്യിൽ എവിടുന്നാ? നിന്റെ ചിട്ടി വീണത് എന്റെ കിട്ടിയായിരുന്നു. ഞാൻ അത് അവർക്ക്. അയ്യോ, എന്റെ പൈസ. അതല്ല, ഈ ഇവരൊക്കെ ചോദിക്കുമ്പോ ചുമ്മാതെ അങ്ങ് എടുത്തു കൊടുക്കുവാണോ ഇത്? അയ്യോ, ചുമ്മാ കൊടുത്തല്ല. ഞാൻ 9 രൂപ പലിശക്കാ പൈസ കൊടുത്തിരിക്കുന്നത്, അറിയോ? എന്റെ ദൈവം, 109 റുപ്യ. 100 രൂപയ്ക്ക് 9 രൂപ വെച്ചാണ് പലിശ. മോളിന്ന് ദൈവം കാണുന്നുണ്ട്, പൊറുക്കൂലേട്ടാ. പുറത്തോളം ദൈവം മേളിൽ ഇന്ന് താഴോട്ട് നോക്കുമ്പോ ഈ 9 6 പുള്ളി കാണും. എല്ലാവരും 15, 20, 30, 40 ഒക്കെ കൊടുക്കുമ്പോ ആ നല്ല മനസ്സുള്ളവൻ വെറും 6 കൊടുക്കുന്നത് എന്ന് പറഞ്ഞ് പുള്ളി സന്തോഷിക്കുള്ളത്, അറിയോ? സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ. അല്ല, ഈ 2 പേരും ഇത് എവിടെയായിരുന്നു ഇത്ര ദിവസം? ഞങ്ങള് ഭയങ്കര ബിസി ഷോപ്പിംഗ് ആയിരുന്നില്ലേ, കണ്ടില്ലേ? എന്നാത്തിന് റെമോ പറഞ്ഞു കൊടുക്കൂ. സംഭവം എന്താ വെച്ചാലേ, ഈ മാളിൽ ഒരു മത്സരം നടന്നല്ലോ. അതിന് 1ാം സമ്മാനം ഞങ്ങൾക്കാണ് ലഭിച്ചത്. ആ സമ്മാനം ആയിരിക്കും ഈ കയ്യിലിരിക്കുന്നത്. അയ്യോ നോ, അത് വല്ല ഗ്ലാസോ സോപ്പ് പൊട്ടിയായിരിക്കും. അതൊന്നുമല്ല, ഒരു ഫ്രീ ട്രിപ്പാണ്. ഫ്രീ ട്രിപ്പ്. അത് വല്ല ഊട്ടിയോ കൊടൈക്കനാലും ഒക്കെ ആയിരിക്കും അല്ലേ? ഈ സ്ഥലത്തിന്റെ പേര് കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ഞങ്ങൾ പോകുന്നത് അങ്ങ് അമേരിക്കയിലേക്കാണ്. ബോധം കെട്ട് വീണാലും ബെല്ലവന്റെ കയ്യിലേക്ക് വീഴ്ത്തുള്ളൂ. എന്നാലും എന്റെ നേരെ വീഴിയാലോ? ഞങ്ങൾ നോക്കി കഴിച്ച് വെള്ളം എടുത്ത് ഒഴിക്കടാ. ദാഹിക്കുന്നുണ്ടോ? ദാഹിച്ചിട്ടല്ല, ഇതിന്റെ മുഖത്തൊഴിക്കാനുണ്ട്. പോയി വെള്ളം എടുത്തോണ്ട് പോ. ഇത് പിടിച്ച സ്ഥിതിക്ക് നിങ്ങൾക്ക് പോയിക്കൂടെ? പോയി എടുത്തോണ്ട് വേണം വെള്ളം. അതുമായിട്ട് എവിടെ പോ? അതിവിടെ വെക്കടാ. കൊണ്ടുവാ, നീ വെള്ളം എടുത്തോണ്ട് വാ. ചെല്ലു, വെള്ളം ഒഴിക്കും. വെള്ളം നല്ലോണം തളിച്ചോട്ടോ. ആരാ എന്റെ മുഖത്ത് വെള്ളം ഒഴിച്ചത്? ഞാനാണ് മേഡം. ഓ, ആണല്ലേ? ഇവിടെ നീങ്ങി നിക്കൂ.
ഡോ, എന്റെ മേക്കപ്പ് മുഴുവൻ പോയി, എന്റെ മസ്കാര കലങ്ങി, അറിയോ? എന്റെ 4 അടപ്പല്ല കുലുങ്ങിയത്. എന്ത് ഉപകാരം ചെയ്താലും എന്റെ വിധി ഇതാ. ആ ഞാനതാ ഇവക്ക് ഒരു ഉപകാരം ചെയ്യാത്തത്. ചുമ്മാ എടുത്തൊരു തല്ലിക്കളയുന്നേ. ബേബിച്ച, എനിക്ക് എന്താ പറ്റേ ബേബിച്ച? നിനക്കൊന്നും പറ്റിയില്ല. ഇവരെങ്ങാണ്ടോ പോകുന്നെന്ന് പറഞ്ഞ അന്നേരം നീ ബോധം കെട്ടി വീഴുകയും ചെയ്തു. എവിടേക്കാ പോണ? അമേരിക്കക്ക്. അതും നീ അങ്ങോട്ടാണോ പോകുന്നത്? പറഞ്ഞ സത്യമാണോ? അമേരിക്ക പോവാണോ നിങ്ങള്? ഇപ്പോഴും വിശ്വാസമായിട്ടില്ലല്ലേ? ഇപ്പൊ ഏകദേശം ഒക്കെ ആയി. എന്നാ കേട്ടു, ഞങ്ങൾ അമേരിക്കയ്ക്ക് പോകും. ശ്ശോ, എന്തൊരു ചൂടാ ഇതിനകത്ത്. വെയിലടിച്ചിട്ട് വയ്യ. റെമോ കൊടുത്തുറക്കൂ. ഓക്കേ. അല്പൻ ഐശ്വര്യം കിട്ടുമ്പോ അർദ്ധരാത്രി കുട പിടിക്കുന്നു പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു പൊട്ടനാണ് ആ പോകുന്നത്. ജസ്റ്റ് മിനിറ്റ് മാഡം. യെസ്. എന്നാ ഓ ബോധം തെളിഞ്ഞു. അതിന് ഞാൻ വെള്ളം തെളിച്ചില്ലല്ലോ. അവമ്മ നാട്ടിയില്ലേ, ആ വെള്ളം തെറിച്ചായിരുന്നു മുഖത്ത്. അങ്ങനെ ബോധം തെളിഞ്ഞു. എന്നാ ബേബിച്ച, എനിക്ക് സഹിക്കുന്നില്ല ബേബിച്ച. ഇപ്പൊ തങ്കുവനിയാണോ? തലവേദനയാണോ? അല്ല, പിന്നെ നിനക്ക് ഭ്രാന്താണോ? അതല്ല, ഒരു ചില്ലി പൈസ പോലും ചെലവാവാതെ അവർ അമേരിക്കക്ക് പോണത്. കാശ് ചെലവാക്കാതെ നമുക്ക് അമേരിക്ക പോകാൻ പറ്റുമോ? സിമ്പിൾ ആയിട്ട് പോകാൻ പറ്റും നമുക്ക്. മലന്ന് കടന്ന് അമേരിക്ക പോകുന്ന സ്വപ്നം കണ്ടാൽ മതി. അങ്ങനെ പോകാൻ പറ്റും. അല്ലേ തന്നെ ഈ അമേരിക്കയിൽ എന്നായിരുന്ന ടൈം എല്ലാരും പോണം കിടന്ന് പറയുന്നത്? അങ്ങനെയല്ല ബേബിച്ച, പ്രത്യേകതയുണ്ട്. എന്താ അത്? ഇവിടെ പകലായിരിക്കുമ്പോൾ അമേരിക്കയിൽ രാത്രിയായിരിക്കും. ഞാൻ അമേരിക്കയിൽ ജനിക്കണ്ടേ തന്നെയാ. എനിക്ക് പകല് ഭയങ്കര ഉറക്കാ. ജനിക്കുന്നുണ്ടെങ്കിൽ അമേരിക്കയിലെ പട്ടിയായിട്ട് ജനിക്കണം. നിന്റെ ജനനം കറക്റ്റ് ആണ്, പക്ഷെ സ്ഥലം മാറിപ്പോയെന്ന് തന്നെയല്ല. എന്താ അവന്റെ പേരിന്? റെമോ. പേര് തന്നെ ഒരു പിടുത്തമില്ലാത്ത പേര്. റെമോ. ഇവനെ അമേരിക്ക കയറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല കേട്ടോ. അമേരിക്ക കയറി നല്ലപോലെ ഇംഗ്ലീഷ് സംസാരിക്കണം. അവര് ഭയങ്കര ഇംഗ്ലീഷ് ആണ് അമേരിക്കയില്. ഭയങ്കര ഇംഗ്ലീഷ് ആണെന്നോ? ഉദാഹരണത്തിന് ഇപ്പൊ ജപ്പാനിലാണെങ്കിൽ ജപ്പാനീസ് ഭാഷയാണ് പറയുന്നത്. ചൈനയാണെങ്കിലോ ചൈനീസ് ഭാഷയാണ് പറയുന്നത്. ഓ, അപ്പൊ ഫ്രാൻസിലാണെങ്കിലോ? ഫ്രാൻസിസ്. സിമ്പിൾ അല്ലേ? Tell me the vowels. വവ്വാലോ? No. Vowels. അയ്യോ. Correct. A, E, I, O, U. Tell me. ഏയ്യോയോ പാഠം ചൊല്ലിപ്പടിച്ചും തല്ലിപ്പടിച്ചും നാളെയൊരാളാകും. കേട്ടോ ഞാനും ഒരാളാകും. ഓട്ടോ പൈലറ്റ് പോലാകും. BAMAMBBS. ഓ മൈ ഗോഡ്. റെമോ, ഇംഗ്ലീഷ് പച്ച വെള്ളം പോലെ പറഞ്ഞില്ലെങ്കിൽ ഞാൻ പച്ച വെള്ളം തരില്ല. ഞാൻ പഠിക്കാം മാഡം, പ്ലീസ് പഠിക്കാം. ഓക്കെ വെയിറ്റ്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ റെമോ അതുപോലെ ഇംഗ്ലീഷിൽ പറയണം. ഓക്കെ? പറയാൻ ശ്രമിക്കാം. റെഡി അല്ലേ? ഓക്കെ. നമ്മൾ അമേരിക്കയ്ക്ക് പോകുന്നു. നമ്മൾ അമേരിക്ക ടു ഗോയിങ് ടു. അയ്യോ അങ്ങനെയല്ല. വി ആർ ഗോയിങ് ടു അമേരിക്ക. We are going to America. കറക്റ്റ്. ഗുഡ് ബോയ്. Thank you. അടുത്തത് ശ്രദ്ധിച്ച് കേൾക്കണം. കേൾക്കാം. അമേരിക്കയിൽ പോകാനും വേണം ഒരു യോഗം. അമേരിക്ക ഗോയിങ് ടു മീറ്റിംഗ്. മീറ്റിംഗ്? മീറ്റിംഗ്, യോഗത്തിന് മീറ്റിംഗ് എന്നല്ലേ പറയുന്നത്? അല്ല, നമുക്ക് അത് വേണ്ട, വേണ്ട. വേറെ പിടിക്കാം. അമേരിക്ക ഒരു സമ്പന്ന രാജ്യമാണ്. അമേരിക്ക ഇസ് കാശുള്ള കൺട്രി. അമേരിക്ക ഇസ് എ വെൽത്തി കൺട്രി. അത് മേഡം ഞാനിങ്ങനെ അങ്ങോട്ട് പോകുന്നു. അതെ, രണ്ട് കൺട്രികൾ പോകുന്നു. എന്തേലും പറഞ്ഞായിരുന്നു? പഠിപ്പിച്ചാട്ടെ. എനിക്കും ക്ലാസ് എടുത്ത് തരുമോ ഇംഗ്ലീഷ്? എനിക്കും ക്ലാസ് എടുത്ത് തരുമോ? ആള് തന്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത് ക്ലാസ് അല്ലേ? അവിടെ കുറെ ക്ലാസ് ഇരിപ്പില്ലേ? ദച്ച് ക്ലാസ് ഒന്നും എടുത്താൽ മതി, അങ്ങോട്ട് പോകും. കൂൾ ഡൗൺ. അതെ, ഈ അമേരിക്കയിലെ ജെനിയുടെ കാര്യമൊക്കെ നോക്കാൻ ആരാ ഉള്ളെ? റെമോ. റെമോയുടെ കാര്യം നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണ്ടേ? എന്റെ പേഴ്സണൽ കാര്യം നോക്കാൻ എനിക്കറിയാം. എനിക്കൊരാളെ വേണ്ട. അതെ അതെ, വേണമെങ്കിൽ ഞാനും കൂടി വരാം. മനസ്സിലായി. മീനവിയലല്ലേ? മീനവിയൽ ഞാൻ കഴിക്കാറില്ല. അതെ, എനിക്ക് തരാനുള്ള പൈസ അല്ലേ 25,000. അത് തരണോന്നില്ല. വേണേ ഇവിടെ കൂടെ കൊണ്ടുപോക്കൂ. കുറച്ച് ദിവസം എനിക്ക് സമാധാനമായിട്ട് ഇവിടെ ഇരിക്കാം. നമ്മുടെ സമാധാനം ലേശം കുറയുമല്ലേ, അതുകൊണ്ട് വേണ്ട. അതെ, ഈ അമേരിക്കയിൽ നിങ്ങൾ എവിടെ താമസമൊക്കെ എവിടെ? അയ്യോ, ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ താമസം പറഞ്ഞിരിക്കുന്നത് വൈറ്റ് ഹൗസിലാണ്.
പ്രസിഡന്റുമായിട്ട് ചെറിയൊരു ഡിന്നർ മീറ്റിംഗ് ഒക്കെ ഉണ്ട്. നിങ്ങൾ അങ്ങനെ വലിയ ഇതാന്നും ആളാകണ്ട. ഞാനും പ്രസിഡന്റിനൊക്കെ കൂടെ വെള്ളം അടിച്ചിട്ടുള്ള ആളാണ്. ഹലോ 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 ഏത് പ്രസിഡന്റാ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കൂടെ. എന്താ പറയുന്നത്? ഇതാ നിങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല, ഇത് അമേരിക്കൻ പ്രസിഡന്റ് തമ്പി അണ്ണൻ. ട്രംപിയല്ല, ട്രംപ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വൈറ്റ് ഹൗസിൽ നിന്ന് നേരെ എന്റെ അങ്കിളിന്റെ വീട്ടിലേക്ക് പോകും. അങ്കിളും അമേരിക്കയിലാണോ? പിന്നെ അങ്കിൾ അമേരിക്കയിൽ വലിയ കോൺട്രാക്ടർ ആണ്. അവിടെ ഒരുപാട് ബിൽഡിംഗ് പെയിന്റ് അടിക്കുന്ന ഈ പുള്ളിയുടെ അങ്കിളാ. സിലി ബോയ്. പിന്നെ മേഡം, ഞാൻ മേഡത്തിനോട് അമേരിക്ക വന്നു കഴിഞ്ഞാൽ ഇപ്പൊ സ്വാതന്ത്ര്യം എനിക്ക് തരണം. ഞാൻ ബെഗറായിട്ടെങ്കിൽ നടക്കും കേട്ടോ. അയ്യോ, പിച്ച എടുക്കാനാണോ അമേരിക്കക്ക് വരുന്നേ? അല്ല, ബർജർ, മറ്റേ ഇത് കഴിക്കുന്ന ബർജർ. ബർഗർ ഒന്നും അല്ല എന്റെ റമോ, ബർഗർ ആണോ? ഞാൻ പഠിപ്പിച്ചു തരാം. ഓ ആയിക്കോട്ടെ. എന്റെ ബേബിച്ച ആ ജെനിയുടെ റെമോഡൻ ജാട കണ്ടിട്ട് എനിക്ക് സഹിക്കുന്നില്ല. എന്റെ പൊന്നേടി, അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടി, അവര് പോട്ടെ. നിങ്ങൾ എന്റെ സ്ഥാനത്ത് നിന്നൊന്ന് ചിന്തിച്ചു നോക്കിക്കേ. നീ ഇങ്ങോട്ട് നിന്നേ, നോക്കട്ടെ ഒന്ന്. കുഴപ്പമൊന്നുമില്ലല്ലോ, അവർക്ക് അങ്ങനെ ഒരു അവസരം കിട്ടി, അവര് പോട്ടെ. അത് തന്നെയാണല്ലോ ഇവിടെ വന്നിട്ടും കിട്ടുന്നത്. പിന്നെ എന്താ കുഴപ്പം? ഓ, ഇങ്ങനത്തെ ഒരു മരമണ്ട. അതെ അതെ അതെ, നിങ്ങൾ എന്താണ് ഈ തെക്ക് വടക്ക് നിന്ന് കളിക്കുന്നത്? അതെ, തീരെ സമയമില്ല. ഞാൻ ഇന്നത്തെ ഞങ്ങളുടെ ആ പരിപാടിക്ക് വേണ്ടിട്ടേ ഇവിടെ സ്പെഷ്യൽ ആയിട്ട് പാല് ഊരി പോവാ നോക്കടാ. ഞങ്ങളുടെ ഈ അമേരിക്കൻ യാത്ര കൊടി പാറിച്ച് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഞാൻ തന്നെ എന്റെ സ്വന്തം റിസ്കിൽ ഇന്ന് ഇവിടെ ഒരു സെലിബ്രിറ്റിയെ കൊണ്ടുവന്നിട്ടുണ്ട്. അതാരാ നിങ്ങൾക്ക് അറിയണ്ടേ? വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമയിൽ പല പല കഥാപാത്രങ്ങളിലൂടെ നമ്മളെ ചിരിപ്പിച്ചും ചിന്തിപ്പിച്ചും നിൽക്കുന്ന ഒരു അതുല്യ പ്രതിഭ. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ പ്രിയപ്പെട്ട ഇന്നസെന്റ് സർ. നമസ്കാരം സർ. നമസ്കാരം. 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 ഒരു പ്രാവശ്യം ഞാൻ തന്നില്ലേ? മതി. ഉത്തമ ഡാൻസേഴ്സ് പിള്ളേരൊക്കെ തളർന്നു, ഡാൻസ് ഒക്കെ കളിച്ച് അവർക്ക് ഇച്ചിരി വെള്ളമൊക്കെ എടുത്ത് കൊടുക്കാമോ? സർ, സുഖമല്ലേ സാറിന്? നല്ല സുഖമുണ്ട്. സുഖം വേണ? അയ്യോ വേണ്ട, ഞങ്ങള് സുഖിക്കാൻ വേണ്ടി പോവാ അങ്ങ് അമേരിക്കക്ക്. അതിന്റെ ഫ്ലാഗ് ഓഫിനാണല്ലോ സാറിനെ ഞങ്ങള് പ്രത്യേകിച്ച് ഇങ്ങോട്ട് ക്ഷണിച്ചത്. ഓ, അത് ശരി. ഈ അമേരിക്കയിൽ കാണാൻ പറ്റിയ എന്തൊക്കെ സ്ഥലങ്ങളുണ്ട്? അമേരിക്കയിൽ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. നയാഗ്ര വെള്ളച്ചാട്ടം. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇവിടെ ഉണ്ടല്ലോ വെള്ളച്ചാട്ടം. അതുപോലെ ചെറുതൊന്നുമല്ല, വലിയ സംഭവമാണ്. അതുപോലെ തന്നെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി. ആ സ്റ്റാച്യു ഇവിടെ തിരുവനന്തപുരത്ത് സ്റ്റാച്യു ഉണ്ടല്ലോ. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന്റെ അവിടെ. അതല്ല, സ്റ്റാച്യു ഓഫ് ലിബർട്ടി. പ്രതിമ. വലിയ പ്രതിമ. അതൊക്കെ കാണാം അവിടെ പോയി കഴിഞ്ഞാൽ. അമേരിക്കയിലേക്ക് പോകണ്ടോ? ഉറപ്പായിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. തീരുമാനം അങ്ങോട്ട് ആയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. എന്തൊക്കെ പറഞ്ഞാൽ ഈ 10-18 മണിക്കൂറൊക്കെ 18 മണിക്കൂറാണ് ഈ വിമാനത്തിൽ കൂടെ മേളിൽ കൂടെ പോകേണ്ടത്. താഴെ കടല, ഒറ്റ സെക്കൻഡ് മതി. അല്ല, അതിപ്പോ മോളിൽ പോണെന്നില്ല. ഇവിടെ നിന്ന് ഈ നിൽക്കുന്ന നേരത്ത് പെട്ടെന്ന് ഇതിൽ അടിച്ചു കഴിഞ്ഞാൽ അതുപോലെ തന്നെ പോകും. അതെ, നിങ്ങൾക്ക് ബുട്ടിക്കിൽ പണിയൊന്നുമില്ലേ? നിങ്ങൾ പൊക്കോളൂ. ഇവിടെ ഞങ്ങള് വലിയ ആൾക്കാർ തമ്മിൽ സംസാരിച്ചോളാം. ഞങ്ങൾ വലിയ ആൾക്കാർ തന്നെയാ. ഞങ്ങൾ ഇവിടുത്തെ ഈ ബൊട്ടിക്കിന്റെ ഓണേഴ്സ് ആണ്. അതെ. ഇത് ബേബിച്ചൻ, എന്റെ ഹസ്ബൻഡ്, ഞാൻ ഹണി.
ഞാൻ തന്നു അല്ല എനിക്കൊന്നും തരാലോ. വേണ്ട വേണ്ട അല്ല അങ്ങനെ അയാൾക്ക് സംശയം ഉണ്ടാവും. എനിക്ക് തരാതെ എന്തിനാ അങ്ങോട്ട് കൊടുക്കുന്നത്? എനിക്ക് വേണ്ട തരാൻ. അപ്പൊ നിക്കുണ്ട്. ഇതിന്റെ ഉടമസ്ഥരാണ് നിങ്ങൾ രണ്ടുപേരും. അതെ അതെ. ഇതിന്റെ മൊത്തത്തിന്റെ അല്ല, അല്ല, ആ ഈ കടയുടെ കടയുടെ മാത്രം. ഏത് ആ കടയുടെ? ആളില്ലാത്ത കടയുടെ മാത്രം. ആളുള്ളതാ. ഇപ്പൊ ഇങ്ങോട്ട് ഞങ്ങൾ വന്നേ ഉള്ളൂ. അതെ. റെമോ, എന്താ? സാധനങ്ങൾ എടുത്തു വെച്ചോളൂ. നിങ്ങളും പോയി എന്താ പണി എന്നാ പിന്നെ ചേട്ടൻ ഞങ്ങളെ കൊണ്ട് കടയിലിട്ട് പോട്ടെ. ഇന്നലെ സെയിൽ ചെയ്തതിന്റെ കാശ് കുറെ എണ്ണാനുണ്ട്. അത് എണ്ണി റബ്ബർ ബാൻഡ് ഇട്ടേച്ച് നമുക്ക് ഒന്നുകൂടെ അതെ. ഓക്കെ എന്നാ ഓക്കെ ശരി, bye. അതെ അടക്കം. അതെ ഒന്ന് പറയട്ടെ. വേണ്ടേ? ഈ അമേരിക്കയ്ക്ക് ഒന്നുമില്ല അല്ല, ഒന്നുമില്ല. പുരുഷന്മാരെങ്ങനെയാ വഴി തെറ്റാണ്ടിരിക്കുക? ഈ ജാതിയുള്ള സാധനങ്ങൾ അതാണ് അവർ കുറ്റം പറയാൻ പറ്റില്ലല്ലോ. പിന്നല്ലാതെ നമുക്ക് സാറിന്റെ വിശേഷങ്ങളിലേക്ക് വരാം. പറയൂ. നമ്മൾ സിനിമയിലൊക്കെ വരുന്നതിന് മുമ്പ് ഒരു ബിസിനസ്കാരൻ കൂടിയായിരുന്നല്ലോ. അതെ. ഇപ്പോഴത്തെ നമ്മുടെ ഒരു ബിസിനസിന്റെ ഏറ്റവും ഹൈടെക് രീതിയാണ് ഈ മോള്. അതെ. ആ ഒരു വ്യത്യാസം അതിനെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് സർ? ഇപ്പൊ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഗൾഫിലോ അമേരിക്കയിലോ ചെല്ലുമ്പോൾ നമുക്ക് വലിയൊരു ഏതോ പുതിയൊരു സ്ഥലത്തെത്തി പുതിയ ലോകമായിട്ട് തോന്നിയിരുന്നു. അന്ന് ആദ്യമായിട്ട് മൊബൈൽ ഫോൺ ഞാൻ കാണുന്നത് ഗൾഫിലാണ്. അപ്പം നമ്മൾ വിചാരിച്ചു ഈ മൊബൈൽ ഫോണൊക്കെ നമ്മുടെ നാട്ടിൽ എന്ന് വരും, ഇതിനൊക്കെ വരുമോ എന്നാലും ഒരു 4 മാസം കഴിഞ്ഞപ്പോഴേക്കും ഇവിടെയുള്ള എല്ലാവരുടെ കയ്യിലും മൊബൈൽ ഫോണായി. അപ്പൊ അതിന്റെ മാറ്റങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ ഈ കാണുന്ന മാളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് വേറെ ഒന്നുമില്ല. ഞാൻ സിനിമയിൽ വന്നത് 46 വർഷങ്ങൾക്ക് മുമ്പാണ്. 46 വർഷം. അതായത് നൃത്തശാല എന്ന് പറയുന്ന സിനിമയിലാണ് ഞാൻ ആദ്യമായിട്ട് അഭിനയിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ അഭിനയിച്ചത് ജീസസ് എന്ന് പറഞ്ഞ പടത്തിലാണ്. ആ സിനിമകളിലുള്ള ഡയലോഗുകളൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. ഒരു ഡയലോഗ് ജീസസ് എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് തിക്കുറിശിയും അതുപോലെ തന്നെ അദ്ദേഹം ഹെറോദാവ് രാജാവായിട്ട് മന്ത്രിയായിട്ട് TK ബാലേന്ദ്രൻ, വളരെ വയസ്സായ രാജഗുരുവായിട്ടാണ് ഞാൻ അതിൽ അന്ന് അഭിനയിക്കുന്നത്. ഓഹോ. അപ്പൊ പറയും തിക്കുറിശി പറയും ശ്യാംബ്ലോനെ കൂട്ടിക്കൊണ്ടുവരൂ എന്ന് പറയും. അതിനുശേഷം ഞാൻ വലിയ പുസ്തകമാണ്, ആ പുസ്തകത്തിൽ ഞാൻ വായിക്കുന്നുണ്ട്. മീക 2-ാം അധ്യായം 5-ാം വാക്യം, നീയോ ബത്ലഹേം എഫ്രാത്തെ യഹൂദ്യ സഹസ്രങ്ങളിൽ നീ തുലോം ചെറുതാണെന്ന് നിന്നിൽ നിന്നും വിശ്വസിക്കുന്നു. ഇത് എന്തുകൊണ്ട് മനസ്സിൽ ഓർമ്മ വന്നു എന്ന് ചോദിച്ചാൽ സിനിമ അതായിരുന്നു മനസ്സിൻ്റെ അകത്തുള്ളത്. സാർ, നമ്മുടെ സിനിമയിലേക്ക് വന്ന പലരും നമസ്കാരം. നമസ്കാരം. സാറിനെ അന്വേഷിച്ച് ഒരുപാട് സ്ഥലത്ത് പോയി. അപ്പൊ സാർ ഇന്നിവിടെ ഈ മോളിൽ വരുമെന്ന് പറഞ്ഞ് അങ്ങനെ സാറിനെ അന്വേഷിച്ച് വന്നതാണ്. ആണോ? എന്റെ പേരെന്താ? എന്റെ പേര് നിഷ്കളങ്കൻ KP. ചേട്ടൻ ജനിക്കുന്നതിന് മുമ്പിട്ട പേരാണോ? അതല്ല, പിന്നെ എന്റെ കുടുംബക്കാർ ഇന്നസെന്റ് സാറിന്റെ ഭയങ്കര ഫാനായിരുന്നു. അപ്പൊ ഇന്നസെന്റ് എന്നിട്ട ഈഗോ അടിക്കുമെന്ന് വിചാരിച്ച് മലയാളിവൽക്കരിച്ച് നിഷ്കളങ്കൻ എന്നാണ് അങ്ങനെ ഇട്ടത്. ഓ, ഇന്നസെന്റിന്റെ മലയാളം നിഷ്കളങ്കൻ. എന്നോടുള്ള ഇഷ്ടം. എനിക്ക് ജനിച്ചപ്പോ മുതൽ സാറാവണമെന്ന് ഭയങ്കര ആഗ്രഹം. അതുകൊണ്ടാണോ ജുബ്ബയൊക്കെ അതെ, ജുബ്ബ ഇട്ടിട്ടുണ്ട്. ഞാനാവണമെന്ന് വലിയ ആഗ്രഹം. അതെ, സാറിനെ പോലെ തന്നെ ആവണമെന്ന് ആഗ്രഹം. ഇനിയിപ്പോ രക്ഷയില്ല, എന്റെ അപ്പം മരിച്ചുപോയി. അല്ല, രണ്ടാമത് നീ ജനിക്കുന്നതിന് മുമ്പ് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ നിനക്ക് ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരാളുണ്ടാക്കാൻ എന്റെ അപ്പനും എടുക്കനാ. അതല്ലേ അതല്ല ഞാൻ പിന്നെന്താണ് കാണാൻ വന്നതേ. സാറിന് ഒരു ട്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ, ഉർവശി തിയേറ്റേഴ്സ്. അത് സെക്കൻഡ് ഹാൻഡ് വിലക്ക് കൊടുക്കുമെന്ന് അറിയാൻ വേണ്ടി വന്നല്ല. കാരണം സാറ് നാടകത്തിലൂടെ വന്ന് സിനിമയിലായി രക്ഷപ്പെട്ടല്ലോ. ആ ട്രൂപ്പ് ഒന്ന് തന്നിരുന്നെങ്കിൽ എനിക്ക് മിമിക്സ് ട്രൂപ്പായിട്ട് ഒന്ന് ഇറക്കി 10 പരിപാടി പിടിക്കായിരുന്നു. പക്ഷേ ഒരു മിമിക്സ് ട്രൂപ്പിന് ഇടാൻ പറ്റിയ പേരല്ലല്ലോ. നല്ല പേരാണ്. അതായത് മത്തായി അച്ഛൻ കോമഡി ഷോ 2018 എന്ന് പറഞ്ഞ് നമുക്ക് പരിപാടി ഇറക്കാമല്ലോ. ഒരു കാര്യം ചോദിക്കട്ടെ, നല്ല ആരോഗ്യവും നല്ല മസിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. നിനക്ക് എന്തെങ്കിലും ഒരു പണിയെടുത്ത് ജീവിച്ചൂടെ? ഈ കണ്ണി കണ്ടവരുടെ ശബ്ദം ഉണ്ടാക്കലും മറ്റതും മറിച്ചതൊക്കെ എന്തെങ്കിലും വല്ല സിമെന്റ് ഇറക്കാൻ പോവേ അല്ലെങ്കിൽ ഇഷ്ടേക്ക് പറ്റൂല്ലോ നിനക്ക് ചെയ്തൂടെ? അല്ല, സാർ ഈ ഉർവശി തിയേറ്റേഴ്സ് തുടങ്ങുമ്പോഴേ സാറിന് നല്ല തണ്ടും തടിയും പൊക്കോ ആരോഗ്യമൊക്കെ ഉണ്ടായിരുന്നല്ലോ. സാറിന് അന്ന് അത് നിർത്തിയിട്ട് വല്ല കൊത്തപ്പണിക്കാ വാർക്കപ്പണിക്കാ തർക്കുത്തരം പറയരുത്. ഫ്ലോയിൽ വരുമ്പോ അത് പറയാ. എന്നോട് പറയാ, നിനക്ക് നാടകമില്ല, കമ്പനിയില്ല, സാറേ എന്റെ ഒരു സുഹൃത്തുണ്ട്, അത് മിമിക്രി ആർട്ടിസ്റ്റ് ആണ്, ചേപ്പലോട് മനു. വേപ്പലെന്നല്ല സാർ, ചേപ്പിലോട് മനു പേരാണ് പറഞ്ഞത്. പുള്ളി ക്ലിക്ക് ആർട്ടിസ്റ്റ് ആണ്. പുള്ളിയെ ഈ ട്രൂപ്പിലോട്ട് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് 10 പരിപാടി വിൽക്കായിരുന്നു. അപ്പൊ പുള്ളിയുടെ പെർഫോമൻസ് കണ്ടിട്ട് സാറിന് ഇഷ്ടപ്പെട്ടെങ്കിൽ സാർ ട്രൂപ്പ് തന്നാൽ മതി. അയാൾ നന്നായിട്ട് ചെയ്യും. പിന്നെ ഊക്കിനായിട്ട് ചെയ്യും സാർ. ഞാൻ ഒന്ന് വിളിക്കാം. അല്ല സാറേ, ഫോൺ എടുത്ത് വിളിക്കാം. സാർ ഒന്ന് വിളിക്കാം. ഹലോ 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 മനു, നീ എവിടേക്കുന്നു?
അതേ ഞാൻ ഈ വഴിയിൽ നിന്നിട്ട് കപ്പലണ്ടി തിന്നുവാ. കപ്പലണ്ടിയൊക്കെ തുപ്പി കളറാടാ. പിന്നെ ഞാൻ ഈ മാളില് നിൽക്കുന്നു, മാളില്. ഞാൻ മറ്റേ പുള്ളിക്കാരനെ കണ്ട്, പുള്ളി നമുക്ക് ട്രൂപ്പ് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. സംഭവം സെറ്റാണോ? സംഭവം സെറ്റാണ്. നീ ഒന്നോട്ട് പേടിക്കണ്ട, ഞാനൊരു ഫിഗറിൽ അങ്ങോട്ട് വരുന്നു, പുള്ളി ഇംപ്രസ് ചെയ്യുന്നു, നമ്മൾ ട്രൂപ്പ് എഴുതി മേടിച്ച് വെട്ടിക്കകത്ത് വെച്ചോണ്ട് പോകുന്നു. ഓക്കെ 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 ഓക്കെ. എന്താ ഒരു ചെരിവ് ലോറി എങ്ങാനും ഇടിച്ച മനസ്സിലായില്ലേ? ഇല്ല, മനസ്സേ എനിക്ക് മനസ്സിലായില്ല. നിങ്ങളൊരു സിനിമയിലൊക്കെ അഭിനയിക്കുന്ന ഒരാളല്ലേ? അതെ. ഒരു സിനിമ പ്രവർത്തകനല്ലേ? അതെ. എന്നിട്ട് മനസ്സിലായില്ല? എനിക്ക് മനസ്സിലായില്ല. ആരാ? പ്രേം നസീർ. പ്രേം നസീർ ആണോ? മോഹൻലാൽ അല്ലേ? മോഹൻലാൽ ചെട്ടിക്കുളങ്ങര പാട്ടി പ്രേം നസീർ. ഓ എടാ അതല്ലെന്ന്. പിന്നെ നീ ചോട്ടാമപ്പ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത മോഹൻലാലാ. നിന്നെ മോഹൻലാലായിട്ട് വന്ന അന്നേരം കൈയടിയാ. ഒച്ച പറ. സാറേ ഞാൻ ഭയങ്കരമായിട്ട് ഇമിറ്റേറ്റ് ചെയ്യേ. ഒച്ച ഉണ്ടാക്കും. അല്ല ശരി, സിനിമാ തരങ്ങളെ ഒച്ച സൗണ്ട് ഇമിറ്റേഷൻ. സ്വരം അത് ഞാൻ പറയും. അതെങ്കിലും വരുമോ? തീർച്ചയായും നീ അത് പറഞ്ഞ് കയറ്റി വെക്കണം. അപ്പൊ പ്രിയമുള്ളവരെ, നിങ്ങളുടെ യുവതാരങ്ങളുടെ ഹരമായി മാറിയ നമ്മുടെ നിക്കർ സൽമാന്റെ ദുൽഖർ സൽമാൻ. അപ്പൊ ദുൽഖർ സൽമാന്റെ കമ്മട്ടിപ്പാട സിനിമയ്ക്കകത്ത ക്ലൈമാക്സ് സൗണ്ട് പറയും. പ്രിയമുള്ളവരെ, ചേപ്പിലൂടെ മനു അവതരിപ്പിക്കുന്ന ഒരു സ്റ്റാർ ഷോ. ഒക്കാത്താണ് എന്തുണ്ടാ പറയണത്? നീ ഇതിന്റെ അണക്കനെന്തിന് കാര്യം പറ. ഇത് ഇതിനകത്തുള്ള സാധനം, നീ ഒന്ന് മിണ്ടായിരിക്കും. ഏത് സിനിമയിലെ? ദുൽഖർ സൽമാന്റെ ആയിരുന്നേ. പ്രവേശമൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് തീർന്നില്ല, വേറെ സാധനം ഉണ്ട്. കിട്ടുന്ന ഒരു മാജിക് കണ്ടാലോ എന്നാ പറയുന്നു? മാജിക് നല്ലൊരു സംഭവമായിരിക്കും. വേറെ സാധനമല്ല, ഇന്ത്യയിൽ ആരും കാണിച്ചിട്ടില്ല ഐറ്റം ആയി കാണിക്കുന്നത്. കേട്ടപ്പോ തന്നെ ആൾക്കാരൊക്കെ അതാ കൂടി തുടങ്ങി. ഇവരെന്തോ മാജിക് കാണിക്കാൻ പോകുന്നു. എല്ലാരും പ്രിയമുള്ള സുഹൃത്തുക്കളെ, നിങ്ങൾ ഒരിക്കൽ കൂടി കേൾക്കുക. നിമിഷം നേരം കൊണ്ട് ഒരു വെള്ളത്തോർത്ത് ചുമക്കുന്ന ഒരു ഐറ്റമാണ് കാണിക്കാൻ പോകുന്നത്. സൂപ്പർ സമ്മതീഷൻ ചേപ്പിലോട് മനുവിന്റെ മാജിക് ഷോ ആണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ചേപ്പിലോട് മനു അവതരിപ്പിക്കുന്ന മാജിക് ഷോ നിമിഷം നേരം കൊണ്ട് വെള്ളത്തോർത്ത് ചുമക്കും. ശ്രദ്ധിച്ചു കാണൂ. അടിച്ചു പൊളിക്കും. സൂപ്പറായി. ഇതെന്തത്? വെള്ളത്തോർത്ത് ചുമക്കുന്നത്. ഇതാണ് വെള്ളത്തോർത്ത് ചുമക്കുന്നത്. എടാ എന്തേലും നല്ല ജോലി ചെയ്ത് ജീവിക്കാൻ വേണം നിനക്കൊക്കെ. എന്തെങ്കിലും ഒരു എന്റർടൈൻമെന്റ് വേണോ അല്ലേ? ഇനി നമുക്ക് എന്തായാലും ഇവിടെ ഇപ്പൊ എന്റർടൈൻമെന്റ് നമ്മുടെ സുനിലേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. അപ്പൊ എന്താ സുനിലേട്ടാ, തുടങ്ങിയാലോ? ഞാൻ പാട്ട് പാടാൻ പോകുന്നത് ഞങ്ങൾ ഒരുപാട് ആരാധിക്കുന്ന, ഒരുപാട് ചിരിച്ചിട്ടുള്ള സാറ് തന്നെ പാടിയിട്ടുള്ള ഒരു പാട്ടാണ്. ടോണിക്കുട്ട. ആ പാട്ട് എന്റെ ഒപ്പം പാടുവോ? ഞാൻ പാടാം. ഓക്കെ, അടിപൊളി. താങ്ക് യു. അഴകാന നീലി വരും പറുപോല ഓടി വരും കണ്ണാടി പോലെ വരും ടോണിക്കുട്ട. ഇന്നെങ്കിൽ നാളെ വരും ടോണിക്കുട്ട. അഴകാന നീലി വരും പരുപോലെ ഓടി വരും കണ്ണാടി പോലെ വരും ടോണിക്കുട്ട. ഇന്നെങ്കിൽ നാളെ വരും ടോണിക്കുട്ട. ഇതിന്റെ രചന ആരായിരുന്നു ഇന്നസെന്റ് ചേട്ടാ? അതിന്റെ ഏതിന്റെ? ഈ ജോണിക്കുട്ടന്റെ. ഞാൻ തന്നെയാ. പെട്ടെന്നൊരു പാട്ട് വേണമെന്ന് ഡയറക്ടർ ജോഷി പറഞ്ഞു. അപ്പൊ ജോഷി സാറ് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ശരി എന്നാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് കൊടുത്തതാണ്.
ഇതിനകത്ത് ചായക്കട ഉണ്ടെന്ന് വെറുതെ പറഞ്ഞു പറ്റിച്ചാണ്. എവിടെയൊക്കെ കയറി ഒരു ചായ മേടിക്കാനായിട്ട് ഒരു രക്ഷയില്ല. ഇതിപ്പോ അമ്മക്ക് ചായ ചേട്ടാ കൊടുക്കാനായിട്ട് ചേട്ടാ എന്ത് ചായക്കട? അത് അമ്മ ആശുപത്രിയിലാണ് ചായ മേടിക്കാനായിട്ട് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് ഉണ്ട് ചായ കിട്ടണത് ആ കടയാണ്. അമ്മയ്ക്കല്ലേ ചായ? അതെ. അമ്മയ്ക്കല്ലേ? ഈ ചായയുടെ കൂടി അമ്മയുടെ കാര്യത്തിൽ തീരുമാനം. അങ്ങോട്ട് ചെന്നോ. സിനിമയൊക്കെ കാണാറുണ്ട്. അമ്മ തിരക്കിയെന്ന് പറയാൻ പറഞ്ഞു. ഇവിടെ ഉള്ള കാര്യം അറിഞ്ഞില്ലല്ലേ? സൂക്കേട് വേറെ കേട്ടാ. ചെന്നോ ശരിയാണോ? അതെ അതെ. അല്ല അവിടെ എഴുതി വെച്ചേക്കണത് ചായ ചായ ഹിന്ദിയിലല്ലേ? സാറേ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് ഓ ഇരുന്നാലോ? അവിടെ ഇരിക്ക്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് നിൽക്കാം. സമയം പോലെ അങ്ങോട്ട് വരണേ. ഓ. പുതിയ ഡിസൈൻസ് ഒക്കെ ഉണ്ട്. അതെ. ആ. അവൾ അങ്ങനെ പറഞ്ഞാൽ വരിയൊന്നും വേണ്ട കേട്ടോ. നിങ്ങൾ വിചാരിച്ചതുപോലെ ഞാൻ അത്തരക്കാരനല്ല, അത് മനസ്സിലാക്കണം. പക്ഷെ ഇവള് അത്രക്കാരിയാണ്. അതുകൊണ്ടാ ഞാൻ വേണ്ട പറഞ്ഞത്. അതുകൊണ്ടാ. നടക്കാം. റെമോ, അല്ല നമ്മുടെ ഒരു ശരി. ഷോപ്പിൽ ഒരാൾ വരണം ഇതന്നെയല്ലേ നല്ല കട? ഇത് തന്നെ ചായ ഇല്ലടാ നിനക്ക്. അങ്ങോട്ട് പോടാ. ചേട്ടാ ചായക്കാരോ? ഓയ് കാണുന്നില്ലേ ഇത്? എന്ത് ഇതല്ലേ ചായക്കൻ? ഞാനല്ലേ ചായക്കച്ചവടം ചെയ്യുന്ന ആളാ? അവനെ ഭാര്യയുടെ അടിപ്പാവടയൊക്കെ വെട്ടി കഴുത്തേറ്റ് വന്നേക്കാം. എന്റെ ഭാര്യ കൊണ്ട് ഇതുപോലെ പൂക്കളിന്റെ ഓർണം സുഷമൊക്കെ ഉണ്ട്. ഇതൊക്കെ ഇട്ടാണ് ചായ വെക്കണം ഇവിടെ. എന്താണോ വേണ്ട പറയ്. അല്ല ഇതെന്തായാലും ഇതിൽ 2 ചായ, ഒന്ന് വിത്തൗട്ട് ഒന്ന് മധുരയിട്ട്. മനസ്സിലായില്ലേ? 2 ചായ, ഒന്ന് വിത്തൗട്ട് ഒന്ന് മധുരയിട്ട്. ഇതില് ഒന്ന് കുടിക്കാനാണോ? പിന്നെ കുളിക്കാനായിട്ട് ചായ ചോദിക്കും. എടാ ഇതിലെങ്ങനെയാണോ വിത്തോട്ട് വിത്ത് ഒന്നിച്ചാക്കുന്നേ? അതിലൊന്നിച്ചെടുക്കാം. ഇതിൽ 5 ചായ ഉള്ളല്ലോ, പിന്നെ 2 ചായ എടുത്താൽ എന്താ കുഴപ്പം? അമ്മക്ക് മധുരയിട്ട് ചായ, എനിക്ക് മധുരയിടാത്ത ഒറ്റ പാത്രമല്ലേ ഉള്ളതല്ലേ? ഒരു കാര്യം ചെയ്യാം, ഞാൻ ചായ ഇതിലെടുക്കാം, ഷുഗർ പൊതിഞ്ഞു തരാം. ആവശ്യമില്ലാത്ത സാധനം പൊതിഞ്ഞു വന്ന് കിട്ടാണ്ടല്ലോ. അങ്ങനെ പൊതിഞ്ഞു കൊണ്ടുപോകണല്ലേ ഞാൻ. എടാ പഞ്ചസാര പൊതിഞ്ഞു തരാം. അത് മതി. പോരെ? അപ്പൊ എത്ര രൂപ തന്നെ? 40 റുപ്യ. 20 രൂപ വരും. പിന്നെ പഞ്ചായത്ത് ഇളക്കണ പണിയൊക്കെ ഞാൻ ഇതിന്റെ ലോക്കൽ കടയല്ല ഇത്. ലോക്കൽ കടയല്ലേ ഇത്? ലോക്കൽ കടയിൽ ഇത് സ്റ്റാൻഡേർഡ് കടയാ. മോളാണ് മോള്. ആ ഇത് സ്റ്റാൻഡേർഡ് കടയാണ്. ചേട്ടനാണ് ലോക്കലി. സായിപ്പേ സായിപ്പേ ഇങ്ങനെ ഇംഗ്ലീഷ് പറയല്ലേ സായിപ്പേ. സായിപ്പ ഐ ആം ഓക്കെ, ഐ ആം അണ്ടർസ്റ്റാൻഡ്, യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ എന്റെ പൊന്ന് സായിപ്പ, എനിക്ക് ഇംഗ്ലീഷ് അറിയാൻ പാടില്ല ഇങ്ങനെ പറയില്ലെന്ന്. വൈകിട്ടത്തെ വിമാനത്തിൽ വൃക്ക ഓക്കെ. ഓ ഓ അത്ര. ഈ പണ്ടാരം പിടിച്ച സായിപ്പിനെ ഇംഗ്ലീഷ് പഠിപ്പിച്ച ആരെന്ന് അറിയാൻ പാടില്ല. ദൈവമേ ഇത് എനിക്കറിയാം. ഇവിടെ പ്രഹ്ലാദ നിങ്ങൾ ഇംഗ്ലീഷ് ഒക്കെ പറയും. ഒപ്പിക്കണ്ട ജീവിതമാർഗമല്ലേ നീ എന്നെ ഇവിടെ. അമ്മ അമ്മയ്ക്ക് ICICI ബാങ്കി ജോലി കിട്ടിയാ? ICICI ബാങ്കിലല്ല, ICയിലാണ് 1 മാസമായിട്ട്. അതല്ല ഞാൻ വേറെ ആളെ കാണാൻ മൊത്തം പ്രശ്നമായിട്ടിരിക്കും. എന്താണ്? മനുഷ്യന്റെ ആന്തരിക അവയവങ്ങള് മറച്ചു വെക്കുന്ന ഒരു പരിപാടിയും കൂടെ തുടങ്ങി. അവയവ കച്ചവടം ആന്തരിക വലിയ കേസായാലോ? ഒരു കേസുമില്ല. പിന്നെ തന്നെ കേസ് പോലീസിന്റെ ഉന്നയിച്ചല്ലോ നമ്മൾ പുറത്തോട്ട് വിടാൻ മൊത്തം സാധനം. അങ്ങനെ അപ്പൊ ഈ ബ്രിട്ടനിൽ നിന്നൊരു സായിപ്പ് രാവിലെ വിളിച്ചു. നമ്മുടെ ഒരു പഴയ കക്ഷിയാ. ബ്രിട്ടനിൽ സായിപ്പ് വിളിച്ചിട്ട് രാവിലെ സായിപ്പിന്റെ അച്ഛനൊരു വൃക്ക വേണം. ഇംഗ്ലീഷ് പറഞ്ഞു. അതെനിക്ക് മനസ്സിലായില്ല. പിന്നെ ഞാൻ പിടിച്ചു. അപ്പൊ ഈ വൃക്ക ഒപ്പിച്ചു കൊടുക്കാൻ ഞാൻ നേരെ നമ്മളെ ആളെ അറേഞ്ച് ചെയ്ത് ഞാൻ അവൻ കൊടുക്കാന്നും പറഞ്ഞു. 5 ലക്ഷം രൂപ സായിപ്പിന് കയറി. 5 ലക്ഷം രൂപ കിട്ടുവാണ്. 1 ലക്ഷം രൂപ മറ്റേ ചെറുക്കന് ഞാൻ കൊടുക്കും, വൃക്ക കൊടുക്കുന്നവന്. അങ്ങനെ ഞാൻ ശ്രീധരൻ ഡോക്ടറിനെ കണ്ട് ഓപ്പറേഷൻ തിയേറ്ററും എല്ലാം റെഡിയാക്കി പുള്ളി രാവിലെ സർജറിക്ക് വെയിറ്റ് ചെയ്താ. 50,000 രൂപ അഡ്വാൻസ് പറ്റി അവൻ മുങ്ങിക്കളഞ്ഞു. അയ്യോ അപ്പൊ എന്ത് ഇനിയിപ്പോ പകരത്തിന് ആളെ കൊടുത്തില്ല. ബെർണാഡ് സാഹിബ് എന്നെ വിളിച്ചു. ഐ വാസ് വൃക്ക. അവനങ്ങ് തൊലയും. അവനെ വിളിച്ചോണ്ടിരിക്കും. അവൻ എന്ത് ചെയ്യണോ? നിനക്കിപ്പോ എന്തോ പരിപാടി? എനിക്ക് പരിപാടി ഒന്നുമില്ല. അമ്മ ഇവിടെ ആശുപത്രി കിടക്കൊണ്ട് ഞാൻ ഇവിടെ ചുറ്റിയൊക്കെ നിൽക്കല്ല. നമുക്ക് ഇതായാലും ഒരെണ്ണം അങ്ങ് വിട്ടാളാ. പൈസ തരുമോ? പൈസ തരാം. അങ്ങനെ ഒരു കാര്യമുണ്ട്. ഞാനൊരുത്തിന് അറേഞ്ച് തരാം. എനിക്ക് കമ്മീഷൻ തരുമോ? 50,000 രൂപ എനിക്ക് തരും. ഉറപ്പായിട്ട് തരുമോ? എന്നാ സർവനാശത്തിനെ വിളിക്കാം. ഹലോ ഹലോ, ആ സർവനാശം എവിടെയുണ്ട്? സർവനാശമല്ല സക്രിയ. നീ എവിടെയുണ്ട്? ഞാനിതേ മോളിലുണ്ട്. നീ മോളിലോട്ടെങ്കിൽ നീ താഴോട്ട് വാ. എടാ നീ ഇന്നലെ ചോദിച്ച സംഭവം റെഡി ആയിട്ടുണ്ട്. പൈസ റെഡിയാ? ഓ ഞാൻ പറഞ്ഞു. നീ മാളിലേക്ക് വാ. ഓക്കെ അവൻ ഇവിടെ തന്നെ അപ്പൊ കുഴപ്പമില്ല. അപ്പൊ 5 ലക്ഷം സായിപ്പ് വരുന്നു. നമ്മൾ നിനക്ക് ഞാൻ 50,000 രൂപ തന്നെ. ഡോക്ടറിന് ഒരു 50 കൊടുക്കുന്നു. മറ്റേ ചെറുക്കന് 1 രൂപ കൊടുക്കുന്നു. അത് മതി. ബാക്കി കാശ് ഞാൻ എടുക്കുന്നു. എടുത്തോ. എനിക്ക് 1 രൂപ പോലും വേണ്ട. ലോട്ടറി അടിച്ച് അടിപൊളി സൂപ്പർ കൺഗ്രാജുലേഷൻ. ചെലവുണ്ട്. എനിക്കല്ല നിനക്ക്. എനിക്ക് ലോട്ടറി അടിച്ചു. എനിക്ക് ലോട്ടറി അടിച്ചു. അടിച്ചു പോനെ. എനിക്ക് ലോട്ടറി അടിച്ചു. ഞാൻ ലോട്ടറി എടുത്തിട്ടില്ല. എടാ നീ ഇന്നലെ 1 ലക്ഷം രൂപ ചോദിച്ചാ. ആ 1 ലക്ഷം രൂപ ഏറ്റിട്ടുണ്ട്. എടാ ഈ പുള്ളി വെറുതെ 1 ലക്ഷം തരാൻ പുള്ളിക്ക് എന്താ പ്രാന്താണ്? അങ്ങനെ വെറുതെ അല്ല. നമ്മൾ നേരെ ആശുപത്രി പോകുന്നു, ഒരു ചെറിയ ചെക്കപ്പ് നടത്തുന്നു, ഡോക്ടറിനെ കാണുന്നു, 1 ലക്ഷം രൂപ അങ്ങോട്ട് തരുന്നു. അപ്പൊ ഡോക്ടറെ കണ്ട് ചെക്കപ്പ് ചെയ്താ എനിക്ക് ഡോക്ടർ 1 ലക്ഷം രൂപ തരും. എന്താടാ? ഒന്നുമില്ല, നിനക്ക് 1 ലക്ഷം രൂപ വരെ. നീ ഉള്ളിടെ കൂടെ ഒന്ന് ആശുപത്രി ചെല്ലണം. ഡോക്ടർ ചെറുത് ചെക്കപ്പ് ചെയ്യും. ഒരു ഉറുക്ക കൊടുക്കുമ്പോ 1 ലക്ഷം രൂപ. അത്രേ ഉള്ളു. ആരടാ എന്ത് പ്രഹ്ലാദാ? നീ എന്നോട് വിളിച്ചു വരുത്തിയിട്ട് എന്റെ വിക്ര കൊടുക്കാൻ തോന്നി. എടാ വൃക്ക
വിക്ര ഞാൻ തരാലോ ഞാൻ. അല്ല നിനക്ക് 1 ലക്ഷം രൂപ വേണ്ട വേണ്ട എന്റെ വിക്ര കൊടുത്തിട്ട് വേണ്ട എനിക്ക് വേണ്ട എനിക്ക്. എടാ അത് വിട്ടേരാ അവന്റെ വേണ്ട. എനിക്ക് ഭ്രാന്താണല്ലോ അവന് 1 ലക്ഷം രൂപ ഉണ്ടാക്കി. എന്തോ അമ്പലാലോ പിന്നെ ഞാൻ കൊടുത്തോളാം. എന്റെ ഉണ്ടല്ലോ എന്റെ 2 എണ്ണം ഞാൻ നീ വേണ്ട ഞാൻ കൊടുത്തോളാം. ഞാൻ തരും. എനിക്ക് 2 എണ്ണം ഉണ്ടല്ലോ. എടാ മനുഷ്യ ശരീരത്തിൽ 2 വൃക്കയാണ് നമുക്കുള്ളത്. ആക്ച്വലി നമുക്ക് 1 വൃക്കയുടെ ആവശ്യമേ ഉള്ളൂ. ബാക്കി 1 വൃക്ക ഫ്രീ ആയിട്ടിരിക്കുക. ഇത് ഞാൻ കൊടുത്തിട്ട് എനിക്ക് 1 ലക്ഷം രൂപ എനിക്ക് അയ്യോ എനിക്ക്. അയ്യോ അത് നല്ല ഗോൾഡൻ ചാൻസ് ആയിരുന്നു. ഇവൻ വെറുതെ ബാബുനൻ അതെ ഒരാൾക്ക് 2 വിക്രയുള്ള കാര്യം എനിക്ക് അറിയാൻ പാടില്ല. വൃക്കയാണെന്ന് പറഞ്ഞ വൃക്ക 2 സാധനമുള്ള എനിക്ക് അറിയാൻ പാടില്ല. അല്ല അറിയില്ലായിരുന്നു. അപ്പൊ എന്റെ ഇവിടുത്തെ വിക്ര കംപ്ലൈന്റാ. ഒരെണ്ണം കംപ്ലൈന്റ് ആയതുകൊണ്ടാണ് ഞാൻ ആദ്യം തരില്ല എന്ന് പറഞ്ഞത്. മടി കാണിച്ചത് അതുകൊണ്ടാ. രക്ഷപ്പെട്ടില്ല. അപ്പൊ നീ എന്താ നിന്റെ ഈ സൈഡിലെ കംപ്ലൈന്റ് ആണല്ലോ. കംപ്ലൈന്റാ നമ്മൾ മറ്റേത് ഓക്കെ അല്ലേ? ആ വൃക്ക നമ്മൾ ആദ്യം ഇങ്ങ് പുറത്തെടുക്കുന്നു. എന്നിട്ട് ഇത് കൊണ്ടുവിറ്റിട്ട് 1 ലക്ഷം രൂപ മേടിക്കുന്നു. ഈ 1 ലക്ഷം രൂപ നിനക്ക് തരുന്നു. ഈ 1 ലക്ഷം രൂപ വെച്ച് നിനക്ക് മറ്റേ കേടായ വൃക്ക ശരിയാക്കി കൂടെ? ബുദ്ധിയാണ് കേട്ടോ. ഇന്ന് മുതൽ നിന്റെ വൃക്ക ഇംഗ്ലീഷ് സംസാരിക്കാൻ പോകുന്നു. ഇംഗ്ലീഷ് സംസാരിക്കണം? എടാ ബ്രിട്ടനുള്ള ബർണാഡ് സാഹിബിനാ നിന്റെ വൃക്ക കൊടുക്കാൻ. ചെറിയ പേടിന്നാലും എന്താണ് മൂത്രത്തി കല്ലുണ്ട്, സൂക്ഷിക്കണം. ഇതെങ്ങനെ കളയാൻ വേണ്ടി നോക്കുക. അപ്പഴാണ് സൂക്ഷിക്കാൻ പറഞ്ഞത്. അതല്ല അസുഖം ഉണ്ടെങ്കിൽ സൂക്ഷിക്കണം. അത് കുഴപ്പമില്ല. നമ്മുടെ മറ്റേ ശ്രീധരൻ ഡോക്ടറാണ് സർജറി ചെയ്യുന്നത്. പുള്ളിയാണ് ചെയ്യണത്. വേറെ കുഴപ്പമില്ല. എക്സ്പീരിയൻസ് ഉണ്ടോ പുള്ളിക്ക്? നിക്കണത് ഇപ്പൊ 16 ഓപ്പറേഷൻ നടത്തുന്ന ആളാ. അപ്പൊ ഓക്കെ പേടി മാറി. അവിടെ നിന്നോ അവിടെ വരികയാണെങ്കിൽ അവിടെ പിടിച്ചെടുത്ത് ഞാൻ ഇവിടെ നോക്കിട്ട് വരാം. എടാ ബാബു, ഇത്രയും നേരമായിട്ട് രോഗി വന്നിട്ടുണ്ടോ? ഓക്കെ ആണ്. ഞാൻ അവിടെ കത്തി മൂർച്ചിച്ച് അവിടെ ഇരിക്കുക. അവിടെ അല്ല ഈ ബർണാഡ് സാഹിബോട് ഞാൻ സംസാരിച്ചിരുന്നില്ല. ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിനക്കറിയാലോ അതെന്ത് 50,000 രൂപ. ഒന്നുമില്ല, 1 ലക്ഷം രൂപ ഞാൻ കൊടുക്കുവോ? ഓക്കെ. അതല്ല ആദ്യമായിട്ടാണ് ഞാൻ. ആദ്യം ഉണ്ടാകും. എത്ര ഓപ്പറേഷൻ ചെയ്താലും ആർക്കായാലും ആദ്യം ഉണ്ടാകും. ഒരു പ്രശ്നമല്ലോ. ഒരു പ്രശ്നമല്ല. ആളാണ് അതാണ്. ഇതാണ് ആള്. ചെറുക്കൻ. എന്താ പേര്? സക്രിയ. സമ്മതമാണോ? സമ്മതല്ല സക്രിയ. സമ്മതാണെന്നല്ല ചോദിച്ചാ സമ്മതമാണോ? സമ്മതമാണ്. വന്ന് പെട്ടകള എന്റെ അടുത്തോണ്ട് ഒരു കുഴപ്പമില്ല. ഒരു പുഷ്പം പറിക്കുന്ന പോലെ സാധനം ഞാൻ എടുക്കും. എന്റെ എര എന്നത്തെ ഇത് ഞാൻ പൊതിക്കും. ഞാൻ ഓക്കെ ആണല്ല. ഓക്കെ. എന്റെ 50,000 ഓക്കെ അല്ലേ? അയ്യോ ഇതാ കൊല്ലല്ലേ. എന്താണ് ഓടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഓടിച്ചിട്ട് ഓപ്പറേഷൻ ചെയ്യണം. ഇത്ര പെട്ടെന്ന് കഴിഞ്ഞില്ല, കുഴഞ്ഞ്. എന്തിന്? അവനെ ആശുപത്രി മുഴുവൻ ഓടിച്ച് ഞാൻ കുഴഞ്ഞെന്ന്. നീ എന്തിനാണ് ഇറങ്ങി ഓടിയത്? നീ എടാ അയാള് കത്തിയൊക്കെ മൂർപ്പിച്ചോണ്ട് പറയണേ എന്റെ ആദ്യത്തെ ഓപ്പറേഷൻ അനുഗ്രഹിക്കണമെന്ന്. ഞാൻ പിന്നെ അവിടെ നിൽക്കണ. ഞാൻ ഒരു കാര്യം പറ്റേ, ഇനി ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. അവനെ നിങ്ങൾ തഞ്ചത്തി പിടിക്കണം. തഞ്ചത്തി പിടിച്ചിട്ട് നമുക്ക് അനസ്തേഷ്യ എടുക്കാം. അതൊന്നും അവൻ സമ്മതിക്കത്തില്ല. വൃക്ക തന്നെ എടുക്കുന്ന ഞാൻ എത്ര കഷ്ടപ്പെട്ടു. ഇനിയിപ്പോ അനസ്തേഷ്യം കൂടെ എടുക്കാനൊന്നും അവൻ സമ്മതിക്കത്തില്ല. ഞാൻ പറഞ്ഞത് എന്താ ഈ പറയണത്? അല്ല അതെടുക്കണത് ശരിയല്ലല്ലോ സാറേ. അനസ്തേഷ്യ എന്ന് പറഞ്ഞ മയക്കുമരുന്ന്. ഇനിയിപ്പോ മയക്കുമരുന്നൂടെ ഞാൻ കച്ചവടം ചെയ്ത് ഞാൻ തരാം നിനക്ക്. മയക്കുമരുന്നിനെ ബോധം കെടുത്തണമെന്ന്. അങ്ങനെ. അതായത് ഈ സാധനം കണ്ട ഡോസ് കൂടി ആയിട്ടാണ്. ഈ സാധനം വെച്ചൊരു ഒറ്റ കീച്ച് 3 ദിവസത്തേക്ക് പിന്നെ കണ്ണോർക്കൂല. 3 ദിവസം പോതില്ല. ചലനം ഉണ്ടാവില്ല. ആനക്കൊല്ലം എടുക്കും. അവനെ പിടിച്ചവൻ തന്നാ മതി. ബാക്കി അടിച്ചാൽ അനുസരിച്ച് ഞാൻ നോക്കാം. കുത്താൻ പറഞ്ഞത് പിടിക്കാൻ ഇങ്ങനെ പിടിച്ചാ പറ്റില്ല. പിന്നെ കറക്റ്റായിട്ട് പിടിക്കണം. ഞാൻ പിടിക്കാം. ഈ സാധനം കുത്തിവെക്കാൻ പറ്റുമോ? ഞാൻ കുത്തിക്കോളാം. എനിക്ക് 50,000 കിട്ടണം. ഞാൻ പിടിച്ചോളാം. ഇത് എന്തിനാണ് കുത്തിയിട്ട്? ഇത് കുത്തിട്ട് ഒറ്റ തള്ളു. ഓക്കെ. ഓക്കേണോ? ഓക്കെ റെഡി. എനിക്കാണ് ഈ കത്രി പൂട്ടറിയാം. പിടിക്കേ. കുത്തിക്കോട്ടെ. ഞാൻ എന്റെ പൈസ കുത്തറ 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 കുത്തറ. എന്ത് പറയാ കാണിച്ചതാ ഇത്?
അവൻ ഓടിയെന്ന് ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ കുത്താൻ പറഞ്ഞു. സോറി ഏട്ടാ, അത് പറ്റിപ്പോയി. ഒരു കുഴപ്പമില്ല. അയ്യോ, ഡോക്ടർമാർക്ക് വിഷയമല്ല അത് ശരി. ഞാൻ പേടിച്ച്. ഡോക്ടർമാർക്ക് വിഷയമില്ല, ഞാൻ പേടിച്ചു പോയി. ഒരു വിഷയമില്ല. ഇല്ല ഇല്ല. അയാളെ ബോധം പോയിന്ന്. അല്ല ഇപ്പം ഇതിപ്പോ ബെർണാഡ് സാഹിബിനോട് ഞാൻ സമ്മാനം പറഞ്ഞേ. സമാനപ്പെട്ട് വൃക്ക കൊടുത്താ പോരെ? വൃക്ക കൊടുക്കണം. വൃക്ക ഇവിടെ ഉണ്ട്. എവിടെ? ഇത് 3 ദിവസം കഴിഞ്ഞ് എഴുന്നേക്കൊള്ളതല്ലേ പറഞ്ഞ. നേരെ തൂക്കി ആശുപത്രി കൊണ്ടുപോയി 2 എണ്ണം സിമ്പിൾ ആയിട്ട് എടുക്കാം. എനിക്ക് എന്തായാലും തന്നാ മതി. പിന്നെ അല്ലാതെ ബെർണാഡ് സാഹിബ് സുഷാം വൃക്ക ഓക്കെ. ഓക്കെ, പിടിച്ചോ. ഒന്ന് സഹായിക്കണം. ആ, പിടിച്ചോ. പോയിക്കോ. ഓക്കെ സാറേ, വലിയ ഉപകാരം. ഓക്കേട്ടാ, എന്തായാലും ആവശ്യമുണ്ടെ പറഞ്ഞ വൃക്കയുടെ. ഓക്കെ. ഈ ഇതുപോലത്തെ ഡോക്ടേഴ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലാണെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ? ഇത്രയും എല്ലാരെയും സന്തോഷിപ്പിക്കുന്ന ഒരു വ്യക്തിക്ക് എപ്പോഴെങ്കിലും ലൈഫിൽ എന്തെങ്കിലും ഭയങ്കര ദുഃഖമുണ്ടായ ഒരു സന്ദർഭം അങ്ങനെ എന്തെങ്കിലും ഉണ്ടായി? ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഒരു കൊല്ലം തോറ്റു. പിന്നെയും പറഞ്ഞു അംബുജൻ ടീച്ചർ പരാജയം വിജയത്തിൻ്റെ മുന്നോടിയാണ്, അത് കാരണം ഇനി ഇന്നസെന്റ് പഠിക്കുമെന്ന് പറഞ്ഞു. 2ാമതും തോറ്റു. 3ാമത്തെ കൊല്ലവും തോറ്റു. അങ്ങനെ ആ സ്കൂളിൽ നിന്നും പോയി വേറൊരു സ്കൂളിലെത്തി. എന്നെ ദുഃഖിപ്പിച്ച സംഭവം എന്ന് പറയുന്നത് ഞാൻ ആ ക്ലാസ്സിൽ ജയിച്ചു എന്നുള്ളതാണ്. കാരണം എൻ്റെ ഇഷ്ടപ്പെട്ട കൂട്ടുകാർ, എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ അംബുജൻ ടീച്ചർ, അവരൊക്കെ എനിക്ക് നഷ്ടമായി. നമുക്ക് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ക്ലാസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ആ മാഷ കൂടെ തന്നെ 3 കൊല്ലം ഉണ്ടാവണം എന്നാണ് ആഗ്രഹം. പൊളിഞ്ഞപ്പോഴാണ് ദുഃഖം ഉണ്ടായത്. ക്യാൻസർ വാർഡിലെ ചിരി എന്ന് പറയുന്ന എൻ്റെ പുസ്തകം, അത് മലയാളത്തിലാണ് ഞാൻ എഴുതിയത്. അത് പിന്നീട് തമിഴിൽ വന്നു. ഒരു കൊല്ലം മുമ്പ് സിറിപ്പിനിൽ കരഞ്ഞത് ക്യാൻസർ. ഇപ്പം അത് ഇറ്റാലിയൻ ഭാഷയിൽ വന്നു. അതൊരു ഇറ്റലിക്കാരി, അവരാണ് അത് എഴുതിയത്. ഇപ്പോൾ ഇംഗ്ലീഷിൽ വന്നു ലാഫിംഗ് ക്യാൻസർ അവേ. അത് കൂടാതെ ഈ മാസം, അടുത്ത മാസം 3-ാം തീയതി കന്നഡത്തിൽ ആ പുസ്തകം വരികയാണ്. ഞാൻ ഈ അടുത്ത കാലത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ അംബുജൻ ടീച്ചർ, ആ ടീച്ചറുടെ ചെന്ന് ഞാൻ ചോദിച്ചു, ടീച്ചറെ പിന്നെ എങ്ങനെയുണ്ട്, സുഖല്ലേ? മേശപ്പുറത്തുനിന്നൊരു പുസ്തകം അവരെടുത്തിട്ട് ഇങ്ങനെ നീട്ടി. ഞാൻ പെട്ടെന്ന് വായിച്ചു ക്യാൻസർ വാർഡിലെ ചിരി. കഴിഞ്ഞ് എൻ്റെ കയ്യിൽ തന്നിട്ട് പറഞ്ഞു, ഇതൊക്കെ കാണാൻ വേണ്ടി എന്നെ ഈശ്വരൻ ഇട്ടിരിക്കുക എൻ്റെ കുട്ടി. അവരത് സന്തോഷത്തിൽ തന്നെ പറഞ്ഞതാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അസുഖത്തിന് ഡോക്ടറെ കാണണം, മരുന്ന് കഴിക്കണം, സന്തോഷത്തോടു കൂടി നമ്മൾ ഇരിക്കണം. ഇതൊക്കെ ഉണ്ടായ വലിയ കുഴപ്പങ്ങളൊന്നും വരില്ല. അയ്യോ എല്ലാം അറിഞ്ഞു. ഞങ്ങള് നിങ്ങളെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ. എന്താ ലേറ്റ് ആയത്? നോ പ്രോബ്ലം. റെമോ ഇപ്പൊ വരും. സർ, ഇതാണ് ഞങ്ങളുടെ അമേരിക്കയിലേക്ക് ഒരു യാത്ര പ്രൈസിന്റെ ആൾക്കാർ ഇവരാണ്. ഞങ്ങൾ BCV കമ്പനി നിന്നാണ് വരുന്നത്. അതിന്റെ മാനേജറാണ് ഹരീഷ്. അവരെത്തി കേട്ടോ. ഞങ്ങളൊരു ലക്കി ഡ്രോ കോൺടെസ്റ്റ് നടത്തിയിരുന്നേ ഇവിടെ. അതിനകത്ത് വിൻ ചെയ്യുന്നവർക്ക് ഞങ്ങൾ അനൗൺസ് ചെയ്യുന്ന പ്രൈസ് എന്ന് പറയുന്നത് അമേരിക്കയിലെ യാത്രയാണ്. വിന്നറായിരിക്കുന്നത് ഞങ്ങളുടെ ജെനി റെമോയാണ്. ഞങ്ങൾ പേഴ്സണലി അറിയിച്ചിരുന്നു. ഒഫീഷ്യലി ഇന്ന് ഇവിടെ വെച്ച് അവരെ പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യുന്നത് സാറാണ്. പ്രൈസ് കൊടുക്കുന്ന ആള് ഞാനാണ്. അതെ അതെ അതെ, സാറൊന്ന് പറയണം. നിങ്ങൾക്ക് എന്താ ഒരു തെളിച്ചില്ലാത്ത മുഖം? നിങ്ങൾ അവർക്ക് സന്തോഷം കൊണ്ടുള്ള തെളിച്ചില്ലായ്മയാണ്. അമേരിക്ക ഈ സമയത്തല്ലേ സന്തോഷിക്കേണ്ടത്. അതെ അതെ. വിന്നേഴ്സിന് പ്രൈസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സാറാണ്. ഇങ്ങോട്ട് റെമോ എവിടെ? റെമോ ദാ വരുന്നു. റെമോ ഈസ് ഫുള്ളി പാക്ഡ്. പാക്ക് ചെയ്ത് റെഡി ആയി. ഗുഡ് ബോയ്. തൊടുത്തു. അയ്യോ എനിക്ക് വയ്യ. ഈ അമേരിക്കയിൽ ഇപ്പൊ ചൂടാണോ മനസ്സിലാവുന്നില്ല. എല്ലാവരും ചിരിച്ച മുഖം. ചിരിക്കൂ. നല്ല സന്തോഷത്തോട് അയ്യോ, അദ്ദേഹത്തിന്റെ കാല് പിടിക്കൂ. അതെ, ടിക്കറ്റിനൊക്കെ എന്താ കനം.
പാർക്കട്ടെ? പൊളിച്ച് ഞാൻ നോക്കൂ. പൊളിക്കട്ടെ? എനിക്ക് വയ്യ. സന്തോഷം എല്ലാരും റമ്മോ കരയരുത്. ഒറ്റയ്ക്കല്ലല്ലോ, ഞാനും ഉണ്ടല്ലോ. സന്തോഷം അടുത്ത കൊണ്ടുള്ള വർഷം ഇതേപോലത്തെ കരച്ചിലല്ലേ? സംഭവം ഉണ്ടോ? നടത്തുന്നുണ്ട് ഞങ്ങളും വരും അന്നേരം. അതെ അതെ, എന്താ എവിടെ ഫ്രീ ആയിട്ട് കിട്ടിയെന്ന് അറിഞ്ഞാലും അപ്പൊ വരും ഇവര്. കൂട്ടുകാർക്കൊക്കെ എന്ത് സന്തോഷം നോക്കി നോക്കിയേ. അമേരിക്ക അമേരിക്ക എന്താണ് ഹാപ്പി ആയില്ലേ? ഏയ്, ഇതെന്താ ഇങ്ങനെ? ഞങ്ങളുടെ സമ്മാനം ഫസ്റ്റ് എന്റെ ഉള്ളിലുണ്ടായിരിക്കും ടിക്കറ്റ് അങ്ങനെ വല്ലതും. ടിക്കറ്റ് ഇല്ലേ അമേരിക്ക പോണ്ടേ? ടിക്കറ്റാ? ഫസ്റ്റ് പ്രൈസ് ടിക്കറ്റ് ഞങ്ങൾ പറഞ്ഞില്ല. അല്ല, നിങ്ങൾ പറഞ്ഞില്ലേ അമേരിക്കയിലേക്ക് ഒരു യാത്ര? അതല്ലേ എഴുതിയിരിക്കണേ, അമേരിക്കയിലേക്ക് ഒരു യാത്ര. ഞങ്ങൾ പറഞ്ഞ ഗിഫ്റ്റ് ഇതാണ്. ഞങ്ങൾ പറഞ്ഞില്ലേ ഫസ്റ്റ് പ്രൈസ് അമേരിക്ക ഒരു യാത്ര. ജോർജ് അട്ടക്കുളങ്ങര എഴുതിയ അമേരിക്കയിലേക്ക് ഒരു യാത്ര, ഈ ബുക്കാണ് ഫസ്റ്റ് പ്രൈസ്. രണ്ടെണ്ണം താഴെ പോയി. എന്ത് ചെയ്യാൻ? അതെ, എഴുന്നേക്കുമ്പോ ബുക്ക് ഒന്ന് കൊടുത്തേക്കണേ. ഇതിനി എണീക്കുമെന്ന് തോന്നില്ല. അത് ആ കിടപ്പ് അങ്ങനെ കിടക്കുള്ളൂ. ഇതിപ്പോ എന്ത് ചെയ്യും? ഇത് നിങ്ങളുടെ കയ്യിലിരിക്കട്ടെ. നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആരെങ്കിലും പരിപ്പോടൊക്കെ ബോണ്ടാക്കോ വരുവാണെങ്കിൽ ഇതിന്റെ അത് പൊതിഞ്ഞു കൊടുക്കാം. കയ്യിലിരിക്കട്ടെ. ഒന്നിങ്ങോട്ട് ഈ ബോധം കെട്ടിനായിട്ട് മാറിയിരുന്നേ. ഇങ്ങോട്ട് പോട്ടെ, അമേരിക്ക പോവാം. എന്തായാലും വിളിച്ചവരും പറഞ്ഞയക്കേണ്ടവരും ഒക്കെ ദേ കിടക്കുന്നു. അതുകൊണ്ട് ഇവിടെ വന്നതിലും ഇതിന് സഹകരിച്ചതിലും മാളെല്ലാം കണ്ടതിലും വളരെയധികം നന്ദിയുണ്ട്. എന്തെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ കൂടെയൊക്കെ ഒന്ന് അപ്പൊ അതിനുള്ള അവസരം എനിക്ക് തന്നതിന് ഞാൻ അങ്ങേയറ്റം നന്ദി നിങ്ങളോട് രേഖപ്പെടുത്തുന്നു. ഇനിയും ഇതുപോലെ വരണം. അതെ, അല്ലെങ്കിൽ കൂടുന്നോ ഞങ്ങളുടെ കൂടെ ഒരു അന്തേവാസിയായിട്ട് ഈ മാളിലെ ഒരാളായിട്ട് വരുന്നോ? ഞാൻ നോക്കട്ടെ, അവിടുന്ന് ഔട്ട് ആവുകയാണെങ്കിൽ ഞാൻ വരാം. ഓക്കെ, അപ്പൊ ഒരിക്കൽ കൂടി നന്ദി. ഈ ഒരു ലോകവും ഒരു സുഖം തന്നെയാണ്. അപ്പൊ നമുക്ക് വീട്ടിൽ കാണാം.